നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശിരൂർ ദൗത്യം, അർജുന്റെ ലോറി കണ്ടെത്തി, ക്യാബിനുള്ളിൽ മൃതദേഹം. തൃശൂർ പൂരം കലക്കൽ, തുടരന്വേഷണമുണ്ടാകുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം, ഉത്തരവിറക്കി സർക്കാർ. ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം, ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. അക്ഷരങ്ങളിലൂടെ സൗഖ്യ ശുശ്രൂഷ, വിനായക് നിർമ്മലിന്റെ 100ാമത് പുസ്തകം സെപ്റ്റംബർ 28-ന് പുറത്തിറങ്ങും. വാർത്തകൾ വിശദമായി. ശിരൂരിൽ ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. ലോറിയുടെ ക്യാബിനാണ് പുറത്തെത്തിച്ചത്. CP2 കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത്. ലോറി തന്റേതെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. ലോറിയുടെ ക്യാബിനിൽ മൃതദേഹം കണ്ടെത്തി. രാവിലെ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വേലിയിറക്ക സമയത്ത് പുറത്തെത്തിക്കുകയായിരുന്നു. അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് ബമ്പറിനെ സമാനമായ ഭാഗം ഡ്രെഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു. കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് ഗാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറിയുടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു. കയർ അർജുന്റെ ലോറിയിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നടന്ന തെരച്ചിലിലാണ് നിർണായക കണ്ടെത്തലുണ്ടായത്. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നത്. ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടയിൽ ഈശ്വർ മാൽപ്പയെ കാണാതാവുകയും അതിനെ തുടർന്ന് അധികൃതരുമായും പോലീസുമായും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തിരച്ചിൽ നിർത്തി മാൽപ്പെ മടങ്ങുകയും ചെയ്തിരുന്നു. തൃശൂർ പൂരം കലക്കൽ സംബന്ധിച്ച് തുടരന്വേഷണമുണ്ടാകുമെന്ന സൂചന മന്ത്രിസഭാ യോഗത്തിൽ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP MR അജിത് കുമാറിന്റെ പൂരം അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ ശുപാർശയോടെ തനിക്ക് ലഭിച്ചതായി മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. MLA PV അൻവർ മാധ്യമങ്ങളെ കാണുന്നതിൽ അത് ഏറ്റവും വലിയ തമാശയല്ലേ? ജയനേന്ദ്രന്റെ അന്വേഷണം എന്റെ വ്യക്തിപരമായ ഞാൻ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ? പിന്നെന്തിനാ അന്വേഷണം? എന്തിനാണ്? അല്ല, എന്തിനാ അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ? ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ? പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയായി കൂട്ടിയാൽ മതി. അതാണ് എന്റെ അഭിപ്രായം കുറിച്ച്. അല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ച എന്താന്ന് പറയണ്ടേ? അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണേ? ഈ RSSനെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പോ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ? ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞത്. പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം. അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ? പിന്നെ ചോദിക്കാനെന്താ? അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA. ഞാൻ നടപടി വേണമെന്നൊക്കെ എനിക്ക് പറയാം. കുറച്ച് വിഷ്വൽസ് കൂടി പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അനലിറ്റിക്സ് ആയിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ, അവരോടൊപ്പം വന്നതിന്റെയും അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSരെ കണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ? പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണോ? DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിക്കണോ എന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തീരുമാനിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധനയ്ക്കായി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടോ, പുതുതായി അന്വേഷണം നടത്തണോ, പുതിയ അന്വേഷണ വിഷയങ്ങൾ ഉൾപ്പെടുത്തണോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുക. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടരന്വേഷണത്തിന് തീരുമാനമെടുക്കും. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതും ഇതിനുശേഷം ആകാനാണ് സാധ്യത. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായാണ് സൂചന. പൂരം നടത്തിപ്പിൽ ADGP MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന്
പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ഇന്നലെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത്. ADGPയെ മാറ്റണമെന്നാണ് CPI നിലപാട്. RSS ഉന്നത നേതാക്കളെ ADGP അജിത് കുമാർ സന്ദർശിച്ച വിവരം പുറത്തു വന്നതോടെയാണ് പ്രതിപക്ഷവും ഘടകകക്ഷികളും അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് M വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിറക്കി സർക്കാർ. ഇതു സംബന്ധിച്ച നിർദ്ദേശം പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ നൽകി. തൃശൂരിലും തിരുവനന്തപുരത്തും വെച്ച് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് പുറമെ മുന്നണിയിൽ നിന്നടക്കം വിമർശനമുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ എന്തിന് സന്ദർശിച്ചെന്ന രാഷ്ട്രീയ ദുരൂഹത തുടരുന്നതിനിടെയാണ് ഒടുവിൽ സർക്കാർ അന്വേഷണത്തിന് വഴങ്ങിയിരിക്കുന്നത്. ADGP MR അജിത് കുമാർ 2 പ്രമുഖ RSS നേതാക്കളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. M വിൻസെന്റ് നൽകിയ പരാതിയും സർക്കാർ DGPക്ക് കൈമാറി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI, NCP, RJD എന്നീ പാർട്ടികൾ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനം ആണെന്നായിരുന്നു വിശദീകരണം. ദത്താത്രേയ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അജിത് കുമാർ RSS നേതാവ് രാം മാധവിനെയും കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വ്യക്തമാക്കിയത്. തിരുവനന്തപുരം കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. 2 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ മുൻപിലെ റിപ്പോർട്ട് പരിഗണനയിലാണ്. ഞാൻ മനസ്സിലാക്കിയത് 24-ാം തീയതിക്ക് മുമ്പായി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ADGP DGPക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് ഹോം സെക്രട്ടറിക്ക് കൊടുത്തു എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പ്രൊസീജിയർ അതാണ്. അപ്പോൾ അതിനുശേഷം അത് ഗവൺമെൻറ് എന്താണ് ആ റിപ്പോർട്ടിന്മേൽ ചെയ്യാൻ പോകുന്നത് എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് നമുക്കൊരു ഔദ്യോഗികമായൊരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ പത്രമാധ്യമങ്ങൾ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആ 1200 പേജുള്ളതാണ് ആ റിപ്പോർട്ട് എന്നുള്ളതും വാർത്തയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുള്ള ഉള്ളടക്കം നമുക്ക് പരിശോധിക്കാൻ സമയം കിട്ടണം. അപ്പോൾ സർക്കാർ ഇത് പരിശോധിച്ചിട്ട് ADGPയുടെ റിപ്പോർട്ട് അത് തള്ളേണ്ടതാണോ അതല്ല കൂടുതൽ നടപടി ആവശ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. ആ ഘട്ടത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആ രീതിയിൽ പറയുന്നതാണ് ശരി. ഏതായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നു എന്നുള്ളതും ആ റിപ്പോർട്ടിനകത്ത് ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനകത്ത് ആ വിവരങ്ങളെ സംബന്ധിച്ച് ആ വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിഗമനങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആ നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളതിനെ സംബന്ധിച്ചും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ അതിനെപ്പറ്റി കൃത്യമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിവരാവകാശം വെച്ച് ചോദിച്ചതനുസരിച്ച് ഹോം സെക്രട്ടറിക്കാണ് ഞാൻ അതിൻ്റെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് 24-ാം തീയതി ഗവൺമെന്റിന്റെ മുൻപാകെ വന്ന് മുഖ്യമന്ത്രി മുൻപാകെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ വിവരാവകാശം വെച്ച് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ റിപ്പോർട്ട് എനിക്ക് തന്നോളുന്നില്ല. സർക്കാരിന് അതിനെ സംബന്ധിച്ച് അവരുടെ നിഗമനമുണ്ട്. ഇപ്പോൾ DGPക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഹോം സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. അതിൻ്റെയൊക്കെ മുകളിൽ സർക്കാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കം പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്തിയത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യത്തിൽ
ഇപ്പോൾ ജനസമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും BJP പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ആ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതൃപ്തിയുണ്ട് എന്നുള്ള തരത്തിലുള്ള അതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നടത്തിയ ഒരു അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു. അല്ല, DGPക്ക് അതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ്. DGPക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്ത് അത് വരട്ടെ, ഔദ്യോഗികമായിട്ട് വരട്ടെ. സ്വാഭാവികമായിട്ടും DGPക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ റിപ്പോർട്ട് സംബന്ധിച്ച് അതൃപ്തി ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് സർക്കാർ പറഞ്ഞാൽ മതി. സർക്കാർ പുറത്ത് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരും അത് അതൃപ്തി ഉള്ളത് കൊണ്ടാണോ അല്ലേ എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മീഡിയയിൽ പറയുന്നതാണ് അതൃപ്തി ഉണ്ടെന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഊഹം മാത്രമാണ്. ഇതിൽ ഇത്രയും നാള് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇനിയിപ്പോ ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ശരി ഈ പൂരത്തെ സംബന്ധിച്ച് അന്വേഷിച്ചേ പറ്റൂ. അടുത്ത പൂരം വരും മുമ്പ് ഈ പ്രശ്നത്തിൽ വ്യക്തത ഉണ്ടാവണം. അടുത്ത കൊല്ലത്ത് പൂരത്തിന് തർക്കം ഉണ്ടാവാൻ പാടില്ല. അടുത്ത വർഷത്തെ പൂരവുമായി ബന്ധപ്പെട്ട് സുഗമമായി പൂരം നടത്താൻ കഴിയണം. അപ്പൊ ഇത് പൂരം എന്ന് പറയുന്ന വളരെ എന്താണ് പറയുക വിശുദ്ധമായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയെ രാഷ്ട്രീയ വിജയത്തിന് കരുക്കളാക്കി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞേ പറ്റൂ. ഇപ്പോഴും ADGP അജിത് കുമാറിന് ഇതിലുള്ള പങ്കിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടോ? അല്ല, അതാ റിപ്പോർട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്. ഞാൻ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അല്ലാതെ അതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. റിപ്പോർട്ട് പുറത്തു വരാത്ത കാരണമാണോ താങ്കളുടെ സംശയങ്ങൾ? അല്ല, എനിക്ക് എന്റെ സംശയങ്ങൾ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നമുക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കും. അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതായി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയെന്നുള്ള യാതൊരു സംശയമില്ല. 5 മാസം കൊണ്ടൊന്നും പിന്നെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം വാസ്തവത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം 5 മാസമായി. ഒരിക്കലും വരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരിക എന്നുള്ളതാണല്ലോ. UN പൊതുസഭയിൽ പങ്കെടുക്കാനായി ന്യൂയോർക്കിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ്, ഖാലിദ് അൽ ഹമദ് അൽ സബാത്ത്, പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് തുടങ്ങിയ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കുവൈറ്റ് കിരീടാവകാശിയുമായി നടത്തിയ ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്നും മരുന്ന്, ഭക്ഷ്യസംസ്കരണം, സാങ്കേതികവിദ്യ, ഊർജ്ജ മേഖല ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചുവെന്നും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കുവൈറ്റ് കിരീടാവകാശി വിശദീകരിച്ചു. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ സ്ഥിതിഗതികളിൽ മോദി ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. വെടിനിർത്തലിനൊപ്പം ബന്ദികളെ മോചിപ്പിച്ചും ചർച്ചകളിലൂടെയും നയതന്ത്ര നടപടികളിലൂടെയും സമാധാനം കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പാലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പിന്നീട് എക്സിൽ കുറിച്ചു. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെയും മോദി കണ്ടു. കഴിഞ്ഞ ജൂലൈയിൽ 4ാം തവണ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. ഊർജ്ജ, സാങ്കേതിക, വ്യാപാര മേഖലകളെക്കുറിച്ച് ഇരുവരും വിശദമായി സംസാരിച്ചു. പ്രധാനമന്ത്രിയും കുവൈറ്റ് കിരീടാവകാശിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ. സ്വദേശികളടക്കം കുവൈത്തിൽ 50 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയിൽ 10 ലക്ഷത്തിലധികവും ഇന്ത്യക്കാരാണ്. കുവൈത്ത് അമീറിന്റെ പ്രതിനിധിയായിട്ടാണ് കിരീടാവകാശി ഐക്യരാഷ്ട്രസഭായോഗത്തിൽ സംബന്ധിക്കുന്നത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇബ്രാഹിം ഗുബൈസിയാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇബ്രാഹിം ഗുബൈസി ഉൾപ്പെടെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ബെയ്റൂട്ടിലെ ബാബ്ദ ജില്ലയിലെ ഗോബേറിയിൽ പാർപ്പിട സമുച്ചയത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. 2000-ൽ 3 ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മൗണ്ട് ഡോവ് ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറാണ് കൊല്ലപ്പെട്ട ഇബ്രാഹിം ഗുബൈസി. വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഗുബൈസിയാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്.
ഖുബൈസിക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് 2 ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരാണെന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഇസ്രായേലിനെ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നവരെയാണ് ഇസ്രായേൽ ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബെയ്റൂട്ടിലെ ബാബ്ദ ജില്ലയിലെ ഗോബേറിയിൽ പാർപ്പിട സമുച്ചയത്തിന് നേർക്കാണ് ആക്രമണമുണ്ടായത്. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി നേരത്തെ പറഞ്ഞിരുന്നു. ബെയ്റൂട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തു. ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഭീകരരും ഇന്നലെ റോക്കറ്റ് ആക്രമണം നടത്തി. തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 558ആയി. മരിച്ചവരിൽ 50 കുട്ടികളും 94 സ്ത്രീകളും ഉൾപ്പെടുന്നതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 1835 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 300-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും കൊല്ലപ്പെട്ടവരിലേറെയും സാധാരണക്കാരാണെന്നാണ് ലെബനൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സർവേകളിൽ കുതിച്ച് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ്. ചിക്കാഗോ സർവകലാശാലയിലെ നോർക്ക് സംഘടിപ്പിച്ച സർവേയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 38 പോയിന്റിന് മുന്നിലാണ് കമല. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വിവരമുള്ളത്. ഏഷ്യൻ അമേരിക്കൻ വോട്ടർമാരിൽ 66% കമല ഹാരിസിന് വോട്ട് ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ട്രംപിന് 28% വോട്ട് ഉറപ്പാക്കിയത്. 2024 നടന്ന ഏഷ്യൻ അമേരിക്കൻ വോട്ടർ സർവേയിൽ 46% പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു. 31% ട്രംപിന് പിന്തുണ അറിയിച്ചപ്പോൾ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു 23% പ്രതികരണം. ഹാർവാർഡ് കെന്നഡി സ്കൂളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് യുവാക്കൾക്കിടയിൽ സംഘടിപ്പിച്ച സർവേയിലും കമല ഹാരിസാണ് മുന്നിൽ. 18-നും 29-നും ഇടയിലുള്ളവരിൽ നടത്തിയ സർവേയിൽ ഡൊണാൾഡ് ട്രംപിനേക്കാൾ 32% വോട്ട് സാധ്യത കമലയ്ക്കാണ്. സെപ്റ്റംബർ 4 മുതൽ 16 വരെ 2022 വിദ്യാർത്ഥികളിലാണ് സർവേ സംഘടിപ്പിച്ചത്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ അമേരിക്കയിലെ യുവാക്കളുടെ മുൻഗണനയിലും മനോഭാവത്തിലും മാറ്റമുണ്ടായതായി എന്നതിന്റെ തെളിവാണിതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് പോളിംഗ് ഡയറക്ടർ ജോൺ ഡെലാവോൾ പറഞ്ഞു. റോയിറ്റേഴ്സ് ഇപ്സോസ് സർവേയിലും കമല ഹാരിസ് തന്നെയാണ് മുന്നിൽ. ട്രംപിനേക്കാൾ 7 പോയിന്റ് ലീഡാണ് കമല ഹാരിസിനുള്ളതെന്നാണ് സർവേ ഫലം. കമല ഹാരിസിന് 47%, ഡൊണാൾഡ് ട്രംപിന് 40% പോയിന്റാണ് സർവേ പ്രവചിക്കുന്നത്. അതേസമയം 1 പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രവചിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രകാരം 48% കമല ഹാരിസിനുള്ള പിന്തുണ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് 47% പേരുടെ പിന്തുണയാണ് ഉള്ളത്. സർവേ ഫലത്തിൽ 2.5% പിഴവ് സാധ്യതയുണ്ടെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംവാദത്തിൽ കമല ഹാരിസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് നുണപ്രചാരകനാണെന്ന് കമല പറഞ്ഞപ്പോൾ കുടിയേറ്റ ചർച്ചയിൽ കമലയെ ട്രംപ് തളർത്തി. സംവാദത്തിലെ പ്രകടനം കമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് നിഗമനം. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അന്വേഷണം നടത്തുന്ന മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച കണ്ടെത്തി. EY കമ്പനിയുടെ പൂനെ ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയത് വർഷങ്ങൾ വൈകിയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. 2007-ൽ തുടങ്ങിയ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയത് 2024-ലാണ്. അന്ന സെബാസ്റ്റ്യന് നൽകിയ ശമ്പളത്തിന്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. 2024 മാർച്ച് 11 മുതൽ 2024 ജൂലൈ 19 വരെയുള്ള കാലയളവിൽ അന്നയ്ക്ക് ശമ്പളമായി 28.5 ലക്ഷം രൂപ നൽകിയെന്നാണ് കമ്പനിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏൽപ്പിച്ച അധിക ജോലിക്ക് അന്നയ്ക്ക് പ്രതിഫലം നൽകിയതായാണ് കമ്പനി അധികൃതർ മൊഴി നൽകിയിരിക്കുന്നത്. സ്ഥാപനത്തിലെ 294 ജീവനക്കാരിൽ ചിലരുടെ മൊഴി എടുത്തെന്നും മഹാരാഷ്ട്ര ലേബർ കമ്മീഷണർ ശൈലേന്ദ്ര പോൾ അറിയിച്ചു. അടുത്ത ആഴ്ച മഹാരാഷ്ട്ര സർക്കാർ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറും. മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരോടൊപ്പം കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിലെ 4 ഉദ്യോഗസ്ഥരും EY കമ്പനിയുടെ പൂനെ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. 14 ദിവസത്തിനകം മറുപടി നൽകാൻ കേന്ദ്രത്തിന് കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. തൊഴിൽ ചൂഷണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. അന്നയുടെ മരണത്തിൽ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ കർശന നടപടിയെന്നാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി പ്രതികരിച്ചിരുന്നത്. പൂനെയിൽ പ്രവർത്തിക്കാനുള്ള കമ്പനിയുടെ ലൈസൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ജീവനക്കാർക്കായുള്ള ക്ഷേമ പദ്ധതികളുടെ വിശദാംശം,
അന്നയുടെ കമ്പനിയിലെ രേഖകൾ എന്നിവ ശേഖരിച്ചെന്നാണ് വിവരം. 7 ദിവസത്തിനകം മറുപടി നൽകാനാണ് മഹാരാഷ്ട്ര തൊഴിൽ വകുപ്പ് നൽകിയ നിർദ്ദേശം. എന്നാൽ പരിശോധനയെക്കുറിച്ച് കമ്പനി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നടിയും ലോക്സഭ എംപിയുമായ കങ്കണ റണൌട്ട് നടത്തിയ പ്രസ്താവനയോട് പ്രതികരിച്ച് BJP. കങ്കണയുടെ പ്രസ്താവന വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും BJP വക്താവ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ കങ്കണയ്ക്ക് ആരും അധികാരം നൽകിയിട്ടില്ല. കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് BJPയുടെ കാഴ്ചപ്പാടല്ല കങ്കണ പറഞ്ഞതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക നിയമങ്ങളെക്കുറിച്ചുള്ള BJP MP കങ്കണ റണൌട്ടിന്റെ പ്രസ്താവന വൈറലായിരിക്കുകയാണ്. ഇത് കങ്കണയുടെ വ്യക്തിപരമായ പ്രസ്താവന മാത്രമാണെന്ന് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു. BJPക്ക് വേണ്ടി ഇത്തരമൊരു പ്രസ്താവന നടത്താൻ കങ്കണയ്ക്ക് അധികാരമില്ല. കാർഷിക നിയമങ്ങളെക്കുറിച്ച് BJPയുടെ കാഴ്ചപ്പാട് ഇതല്ലെന്നും കങ്കണയുടെ പ്രസ്താവനയെ അപലപിക്കുന്നുവെന്നും ഗൗരവ് ഭാട്ടിയ വ്യക്തമാക്കി. സെപ്റ്റംബർ 24-ന് കാർഷിക നിയമങ്ങളെക്കുറിച്ച് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ കങ്കണ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ദീർഘകാലം നീണ്ടുനിന്ന കർഷക സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ പിൻവലിച്ച 3 കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു കങ്കണയുടെ പ്രസ്താവന. പറയാൻ പോകുന്ന കാര്യങ്ങൾ വിവാദമാകുമെന്ന് തനിക്കറിയാമെങ്കിലും കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു കങ്കണ പറഞ്ഞത്. കർഷകർ തന്നെ ഇക്കാര്യം ആവശ്യപ്പെടണമെന്നും കങ്കണ പറഞ്ഞിരുന്നു. പിന്നാലെ കങ്കണയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. 3 കരിനിയമങ്ങൾക്കുമെതിരായ സമരത്തിൽ 750ഓളം കർഷകരാണ് രക്തസാക്ഷിത്വം വരിച്ചത്. ആ കരിനിയമങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ശക്തമായി എതിർക്കുമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനത്തെ പറഞ്ഞു. ഇതിനെ ആദ്യം എതിർക്കുക ഹരിയാനയായിരിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടുമെന്നും അവർ പറഞ്ഞു. കർഷകരുടെ ആശങ്ക മനസ്സിലായതുകൊണ്ടാണ് നിയമങ്ങൾ പിൻവലിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും കങ്കണ പ്രധാനമന്ത്രിയെ വിമർശിച്ചതാണോ അല്ല പ്രധാനമന്ത്രി BJPയിൽ ഒറ്റയ്ക്കായതാണോ എന്ന് BJPക്ക് മാത്രമേ പറയാനാവൂ എന്നും AAP MP മൽവീന്ദർ സിംഗ് പരിഹസിച്ചു. കഴിഞ്ഞ 35 വർഷമായി അക്ഷരങ്ങളിലൂടെ സൗഖ്യ ശുശ്രൂഷ നടത്തിവരുന്ന വിനായക് നിർമ്മലിന്റെ 100ാമത് പുസ്തകം സെപ്റ്റംബർ 28-ന് ഭരണങ്ങാനം അസീസി ആർക്കേഡിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പ്രകാശനം ചെയ്യും. നീയൊന്നും അറിയുന്നില്ലെങ്കിലും എന്ന തലക്കെട്ടുള്ള പുസ്തകത്തിന്റെ പ്രസാധകർ ജീവൻ ബുക്സാണ്. 1990-ൽ പാലാ രൂപതയുടെ മുഖപത്രമായ ദീപനാളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ചു വന്ന ആകാശം നീലയല്ല എന്ന ചെറുകഥയോടെയായിരുന്നു വിനായക് നിർമ്മലിന്റെ സാഹിത്യരംഗ പ്രവേശം. തുടർന്ന് വിവിധ ആനുകാലികങ്ങളിലായി കഥകളും നോവലുകളും പ്രസിദ്ധീകരിച്ചു. 1997-ൽ MAക്ക് പഠിക്കുമ്പോൾ ആദ്യ പുസ്തകമായ പുതിയ കീർത്തനങ്ങൾ പുറത്തിറങ്ങി. ആദ്യ പുസ്തകം പുറത്തിറക്കിയതും ജീവൻ ബുക്സാണ്. പക്ഷേ 2005-ൽ പ്രസിദ്ധീകരിച്ച 2 പേർക്കിടയിൽ ഒരു പുഴയുണ്ട് എന്ന കൃതിയോടെയാണ് വായനയുടെ ലോകത്തിൽ വിനായക് നിർമ്മൽ തിരിച്ചറിയുന്നത്. അതുവരെ ക്രൈസ്തവ ആത്മീയ സാഹിത്യം കൈകാര്യം ചെയ്യാതിരുന്ന ഭാഷയും വിഷയങ്ങളും സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ വഴി വെട്ടിത്തുറന്നാണ് വിനായക് വായനക്കാരെ സ്വന്തമാക്കിയത്. 2005 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് വിനായകന്റെ പുസ്തകങ്ങളുടെ എണ്ണം 100-ൽ എത്തി നിൽക്കുന്നതെന്നും ശ്രദ്ധേയം. 2 പേർക്കിടയിൽ ഒരു പുഴയുണ്ട്, മഴ അപ്പോഴും പെയ്തു തോർന്നിരുന്നില്ല, കടൽ ഒരു പര്യായമാണ്, നനവുള്ള കാറ്റുകൾ, പറയാതെ പോകുമ്പോൾ അറിയാതെ പോകുന്നത്, നിദ്ര, വൈദവ്യം, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പോകുന്നു ഗ്രന്ഥനാമങ്ങൾ. സാഹിത്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ് ഈ ഗ്രന്ഥകാരന്റെ എല്ലാ കൃതികളും. അതിൽ ജീവചരിത്രം, ബാലസാഹിത്യം, ചെറുകഥാ സമാഹാരം, ലേഖനങ്ങൾ, വിവർത്തനം, സാഹിത്യം, സിനിമ, നോവൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ സാഹിത്യ മികവിന് കിട്ടിയ ആദ്യത്തെ അംഗീകാരമാണ് ഈ വർഷത്തെ ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ അവാർഡിനെ വിനായക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. നിരവധി ടെലിവിഷൻ ഡോക്യുമെന്ററികൾക്കും വിനായക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗാനങ്ങളും എഴുതാറുണ്ട്. ബംഗളൂരുവിൽ മുസ്ലിം വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന ഗോരിപ്പാല്യ എന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ നിലപാടിനോട് വിയോജിച്ച് സുപ്രീം കോടതി. ഇന്ത്യയിലെ ഒരു ഭാഗത്തെയും പാകിസ്ഥാൻ എന്ന് മുദ്ര കൊത്താൻ ആകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് വേദവ്യാസ്യാചാർ ശ്രീശാനത നടത്തിയ ഇത്തരം പരാമർശങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് വ്യക്തമാക്കി. ജഡ്ജിമാർ മുൻവിധിയോടെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. സ്ത്രീവിരുദ്ധവും ഏതെങ്കിലും വിഭാഗത്തിനെതിരെയുമായ പരാമർശങ്ങൾ ജഡ്ജിമാർ നടത്തരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു.
കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദയാണ് വിവാദ പരാമർശം നടത്തിയത്. മൈസൂരു റോഡിലെ മേൽപ്പാലത്തിൽ പോയാൽ ഓരോ ഓട്ടോറിക്ഷയിലും 10 പേരെ കാണാം. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാലെത്തുക ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണ്. അവിടെ നിയമം ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. വാദത്തിനിടെ വനിതാ അഭിഭാഷകയോട് ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ ആക്ഷേപാർഹമായ പരാമർശം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ 2 പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. വിവാദ പരാമർശം നടത്തിയ ജഡ്ജി തന്നെ അതിലുള്ള ഖേദം തുറന്ന കോടതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതിനാൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്നും അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും കോടതിയെ അറിയിച്ചു. ഈ നിലപാടും കൂടി കണക്കിലെടുത്താണ് തുടർ നടപടികൾ വേണ്ടെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചത്. ഇതോടെ ഗുഡ്നെസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നെസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.